വിലക്കപ്പെട്ടത് എന്തും ശാപമാണ്. നമുക്ക് ചില അസുഖങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് ഡയബറ്റീസ് പേഷ്യൻസിന് മധുരം വിലക്കാണ്, പ്രഷർ രോഗികൾക്ക് ഉപ്പ് വിലക്കാണ്, കൊളസ്ട്രോൾ രോഗികൾക്ക് കൊഴുപ്പുള്ള ആഹാരങ്ങൾ വിലക്കാണ്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്ക് കുടിവെള്ളം പോലും വിലക്കാണ്. ഈ വിലക്കുകളെയൊക്കെ മാനിച്ച് അംഗീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ കുറച്ചു കാലം സുഖമായി ജീവിക്കാം. മറിച്ച് വിലക്കുകളെ മാനിക്കാതെ ജീവിക്കുകയാണെങ്കിലോ നമുക്കറിയാം, രോഗം മൂർച്ഛിക്കുകയും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ ജയശ്രീ ശ്യാംലാൽ, അധ്യാപികയാണ്, ഒരു എഴുത്തുകാരിയുമാണ്. എൻ്റെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധവി, ഷേക്സ്പിയറിലൂടെ ഒരു യാത്ര, മിറിയം, ടാഗോർ, വേരുകൾ തേടി. പാണ്ഡുവിൽ നിന്ന് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെന്നറിഞ്ഞ കുന്തി പാണ്ഡുവിൻ്റെ നിരാശയും ശോകവും വിഷമവും ഒക്കെ കണ്ടിട്ട് പണ്ട് അവൾക്ക് കിട്ടിയ ഒരു വരത്തെക്കുറിച്ച് പറയുന്നു. ദുർവാസാവ് മുനിയിൽ നിന്നും കുന്തിക്ക് കൗമാരപ്രായത്തിൽ ഒരു വരം ലഭിക്കുന്നു. ഏത് ദേവനെയാണോ ധ്യാനിക്കുന്നത് ആ ദേവനെ ധ്യാനിച്ചുകൊണ്ട് ഒരു മന്ത്രം ഉരുവിട്ടാൽ ആ ദേവന്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു പുത്രനെ ജനിക്കുമെന്ന്. കൗമാരപ്രായത്തിൽ വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ കുന്തി ദേവി ദുർവാസാവ് മുനി കൊടുത്ത വരം ഒന്ന് പരീക്ഷിക്കാനായി സൂര്യഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുകയും അതിസുന്ദരനായ കർണൻ എന്ന മകൻ ജനിക്കുകയും ചെയ്യുന്നു. കാതിൽ കുണ്ടലവും മാറിൽ കവചവുമായി ജനിച്ച കർണനെ പക്ഷെ അവിവാഹിതയായ കുന്തിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ലായിരുന്നു. സമൂഹത്തെ ഭയന്ന അവൾ ആ കുഞ്ഞിനെ എല്ലാ പ്രാർത്ഥനയോടും കൂടി ഒരു ചെറിയ കൊട്ടയിലാക്കി നദിയിലൂടെ ഒഴുക്കി വിടുകയാണ് ചെയ്തത്. നദിയിലൂടെ ഒഴുകി വന്ന കുഞ്ഞിനെ അതിരഥൻ എന്ന സൂതൻ കാണുകയും മക്കളില്ലാത്ത അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് ഭാര്യ രാധയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സൂതനായ അതിരഥനും ഭാര്യ രാധയും കർണനെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് കർണനെ സൂതപുത്രൻ എന്നാണ് അറിയപ്പെട്ടത്. പക്ഷേ ഒരു സൂതപുത്രൻ എന്നൊരു ലേബൽ എന്നും കണ്ണന്റെ നെറ്റിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പല സദസ്സുകളിലും പല സാഹചര്യങ്ങളിലും അദ്ദേഹം പരിഹാസ കഥാപാത്രമാകുകയും ചില വേദനകൾക്ക് ഇരയാകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പുത്രൻ കർണൻ തനിക്ക് ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം, എനിക്കിങ്ങനൊരു വരമുണ്ടെന്ന് പാണ്ഡുവിനോട് പറഞ്ഞപ്പോൾ പാണ്ഡു സന്തോഷവാനായി. എത്രയും വേഗം എനിക്കൊരു മകനെ തരൂ, അവൻ കുന്തിയോട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് പോലും പണ്ട് വിവാഹത്തിന് മുമ്പ് തനിക്കൊരു പുത്രൻ ജനിച്ച സത്യം കുന്തിക്ക് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അത് കുന്തിയുടെ മരണം വരെ അവരുടെ മനസ്സിന്റെ രഹസ്യങ്ങളുടെ നിലവറയിൽ തന്നെയായിരുന്നു. കുന്തി യമദേവനെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ഉരുവിടുകയും ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ജനിക്കുകയും ചെയ്തു. പിന്നീട് വായു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ഉരുവിട്ടപ്പോൾ അതിശക്തമാനായ ഭീമൻ ജനിച്ചു. ഇന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ഉരുവിട്ടപ്പോൾ പില്ലാളി വീരനായ അർജുനൻ ജനിച്ചു. ഇനി തനിക്ക് മക്കൾ മതി, ഇനി വേണ്ട എന്ന് ഉറപ്പിച്ച കുന്തി ഈ മന്ത്രം മാദ്രിക്ക് പറഞ്ഞുകൊടുത്ത് മാദ്രി അശ്വിനി കുമാരന്മാരെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ഉരുവിട്ടപ്പോൾ അതിസുന്ദരന്മാരായ നകുല സഹദേവന്മാർ ജനിച്ചു. ഇവർ 5 മക്കളും പാണ്ഡവും കുന്തിയും എല്ലാവരും സന്തോഷത്തോടെ കാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പാണ്ഡു തൻ്റെ വിലക്ക് ശാപം മറന്നുപോയി. മാദ്രിയിൽ പ്രണയം തോന്നുകയും ഒരു നിമിഷം അദ്ദേഹം വിലക്കുകളെ എല്ലാം മറന്ന് അവളെ പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ശാപത്തിന്റെ ഫലം കുറിക്ക് തന്നെ കൊണ്ടു. തൽക്ഷണം തന്നെ പാണ്ഡു മൃത്യുവടഞ്ഞു. ഇത് കണ്ട് സത്യത്തിൽ പാണ്ഡുവിനറിയാമായിരുന്നു തനിക്കിങ്ങനെ ഒരു ശാപമുണ്ടെന്ന്. പക്ഷെ പാണ്ഡു കാമത്തിന്റെ മായയിൽ ഒരു നിമിഷം അത് മറക്കുകയാണുണ്ടായത്. മാദ്രിക്കും അറിയാമായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ തലയ്ക്ക് ഇങ്ങനൊരു ശാപം വീണിട്ടുണ്ടെന്ന്. പക്ഷേ മാദ്രിയും ഒരു നിമിഷം അതേ കാമമായയിൽ അത് മറക്കുകയാണുണ്ടായത്. ആ കാമത്തിന്റെ മായയിൽ അകപ്പെട്ടതിൻ്റെ ശിക്ഷയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മരണം എന്ന് തിരിച്ചറിഞ്ഞ, എന്ന് മനസ്സിലാക്കിയ മാദ്രിക്ക് അവളോട് തന്നെ പൊറുക്കാൻ സാധിച്ചില്ല. അവൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഈ 5 കുട്ടികളെയും കൊണ്ട് കുന്തി ഹസ്തിനപുരത്തേക്ക് മടങ്ങുന്നു. ശാപങ്ങളെ, അതായത് വിലക്കുകളെ മറികടന്നാൽ അതിൻ്റെ ഫലം വലുതായിരിക്കും എന്നാണ് വ്യാസൻ ഈ ഒരു സംഭവത്തിലൂടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ട കാതുകൾക്കും സ്നേഹം, നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം.